പരിപാവനമായ ശവ്വാൽ മാസത്തിൻ്റെ വെള്ളിയാഴ്ച രാവാണിന്ന്. നാളെ വെള്ളിയാഴ്ച പകലാണ്. അതിപ്രധാനപ്പെട്ട ഈ സമയത്ത് വെള്ളിയാഴ്ച നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വളരെ നഷ്ടമാണ്. ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ? അതോടൊപ്പം തന്നെ ഈ വെള്ളിയാഴ്ച ദിവസം ഒരു മനുഷ്യൻ വിശുദ്ധമായ പള്ളിയിലേക്ക് വുളുവെടുത്തിട്ട് പോയാൽ, വീട്ടിൽ നിന്നും വുളുവെടുത്തിട്ട് അവൻ പള്ളിയിലേക്ക് പോയാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം വിവരണ അതീതമാണ്. ഏതാണ് ആ പ്രതിഫലം എന്ന് നമുക്ക് കേൾക്കാം. ഒരാൾക്ക് പരിപൂർണമായ ഒരു ഉംറ ചെയ്ത കൂലി കിട്ടണോ, ചെറിയൊരു അമൽ ചെയ്താൽ മതി. ഒരു പരിപൂർണമായ ഒരു ഉംറയുടെ കൂലി കിട്ടാൻ ചെറിയൊരു അമൽ ചെയ്താൽ മതി. അതേതാണ് അമൽ, എങ്ങനെയാണത് ചെയ്യേണ്ടത്, കൂടാതെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്ന, പ്രതിസന്ധി പ്രയാസങ്ങൾ അല്ലാഹു തആല മാറ്റിത്തരുന്ന ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു സ്വലാത്ത് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് പഠിക്കാം. അല്ലാഹു തആല ഈ പറയുന്ന കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യാൻ പറഞ്ഞ എനിക്കും കേട്ട നിങ്ങൾക്കും അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണേ. മറ്റുള്ളവർ കൂടി ഇത് എത്തിച്ചു കൊടുക്കാൻ മറക്കണ്ട. അള്ളാഹു നമ്മളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ഇന്നത്തെ മജ്‌ലിസിൽ ദുആ ചെയ്യാൻ പറഞ്ഞ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, പരിപാവനമായ ശവ്വാൽ മാസം അൽഹംദുലില്ലാ അതിൻ്റെ വെള്ളിയാഴ്ച രാവിലാണ് നമ്മളുള്ളത്. നാളെ വെള്ളിയാഴ്ച പകലാണ്. അപ്പോൾ ഇന്നും നാളെയും ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അല്ലാഹു തആല നമ്മുടെ സംസാരവും നമ്മുടെ ഈ ഒരു മജ്‌ലിസും നമ്മൾ പറയുന്നതും കേൾക്കുന്നതും എല്ലാം അല്ലാഹു തആല ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ഇത് നമ്മൾ പറയുന്ന ഈ നല്ല കാര്യങ്ങളുടെയൊക്കെ പ്രതിഫലം, നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളുണ്ട്, നമ്മുടെ ഭർത്താക്കന്മാർ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ മക്കൾ, നമ്മുടെ പേരക്കുട്ടികൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ, എല്ലാവരുടെയും ഖബറിടത്തിലേക്ക് അല്ലാഹു തആല കൊടുക്കുമാറാവട്ടെ. അവരുടെ ഖബർ അല്ലാഹു തആല പ്രകാശിപ്പിക്കട്ടെ. നമ്മുടെ ഖബറും, അല്ലെ, നമ്മളൊക്കെ മരിച്ചു പോകാനുള്ളവരാണ്. നമ്മളൊക്കെ മരിച്ച് ഖബറാകുന്ന ലോകത്ത് ചെല്ലുമ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന അമലുകളെല്ലാം നമുക്ക് ഖബറിൽ ഒരു കൂട്ടുകാരനാക്കി അല്ലാഹു തആല മാറ്റി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വെള്ളിയാഴ്ച രാവിൻ്റെ മഹത്വം, അതിൻ്റെ ശ്രേഷ്ഠത നമ്മൾ ജനിച്ചപ്പോൾ മുതലേ കേൾക്കുന്നതാണ്. വെള്ളിയാഴ്ച രാവിൻ്റെ മഹത്വം. കാരണം പണ്ടൊക്കെ വെള്ളിയാഴ്ച രാവെന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു അനുഭൂതിയാണ്. വേറെ ഒരു ദിവസത്തിനും അങ്ങനെയില്ല. വെള്ളിയാഴ്ച രാവെന്ന് പറഞ്ഞാൽ നമ്മുടെ വല്ലുമ്മമാരും വല്ലുപ്പന്മാരും വളരെ ശ്രദ്ധയോടെ മറ്റു ദിവസങ്ങളിൽ അവർ ചെയ്യാത്ത പറയാത്ത ഒരുപാട് അമലുകൾ അവർ ചെയ്യുകയും പറയുകയും ചെയ്യുമായിരുന്നു. സൂറത്ത് യാസീനോതും, അതുപോലെ മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേക ദുആ, ചില ആളുകൾ വീട്ടിൽ മൗലിദ് കഴിക്കും. ഇങ്ങനെ ഒരുപാട് ശ്രേഷ്ഠതകൾ കൽപ്പിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു വെള്ളിയാഴ്ച രാവിനും പകലിനും. കാരണം ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ വെള്ളിയാഴ്ച രാവിനോ പകലിനോ ഒരു മഹത്വം കൽപ്പിക്കുകയും അന്ന് അവൻ എന്തെങ്കിലും ഒരു സ്പെഷ്യലായ ഒരു ഇബാദത്ത് ചെയ്യുകയും ചെയ്താൽ അല്ലാഹു തആല അവൻ്റെ ജീവിതത്തിൽ ഇടുക്കം എടുത്തു കളയുകയും വിശാലത കൊടുക്കുകയും ചെയ്യുമെന്ന് നമുക്ക് ഹദീസിൽ കാണാം. ഇടുക്കത്തെ, ഒരു സാമ്പത്തിക ഞെരുക്കം, ശാരീരികമായ പ്രയാസം, പ്രതിസന്ധി, അതുപോലെ കുടുംബപരമായ പ്രശ്നം, അങ്ങനെയുള്ള ഒരു ഇടുക്കം, ഒരു മുറുക്കം, അതൊക്കെ മാറ്റിയിട്ട് അള്ളാഹു വിശാലത ചെയ്യും. ഭക്ഷണത്തിൽ വിശാലത, അവൻ്റെ മക്കളിൽ ഖൈർ, അവൻ്റെ കുടുംബത്തിൽ, കച്ചവടത്തിലൊക്കെ ഖൈർ അള്ളാഹു തആല നൽകും എന്ന് നമുക്ക് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുകയാണ്. ശവ്വാൽ മാസത്തിൻ്റെ വെള്ളിയാഴ്ച രാവ് എന്ന് പറഞ്ഞാൽ അതല്പം ശ്രേഷ്ഠതയുണ്ട്. കാരണം ഈ ശവ്വാൽ മാസത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആയിഷ ബീവിയുടെ വിവാഹം നടന്നത്. അല്ലേ, എത്രയോ അത്ഭുതപ്പെടുത്തുന്ന സംഭവങ്ങൾ നടന്നത് ഈ ഒരു ശവ്വാൽ മാസത്തിലാണ്. ഇസ്ലാമിൻ്റെ ചരിത്രം എടുത്തു നോക്കിയാൽ ഒരുപാട് ദീനിന് സഹായകമാകുന്ന ഒരുപാട് കാര്യങ്ങൾ നടന്നത് ഈ പരിശുദ്ധമായ ശവ്വാൽ മാസത്തിലാണ്. ഹജ്ജിൻ്റെ ഒരു വലിയ വിളംബരം നടക്കുന്നതൊക്കെ ഈ മാസത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് അൽഹംദുലില്ലാ ഈ പരിശുദ്ധമായ ശവ്വാൽ മാസത്തിൻ്റെ 2ാമത്തെ വെള്ളിയാഴ്ച രാവ് നാളെ പകൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ അമലുകൾ ഒരുപാടുണ്ട്. ഇന്ന് തന്നെ സൂറത്തുൽ കഹഫ് പരമാവധി ഓതി വെക്കുക, പരമാവധി സ്വലാത്തുകൾ അധികരിപ്പിക്കുക, പിന്നെ നഖം വെട്ടാനുള്ളവർ അതൊക്കെ ക്ലിയർ ആക്കുക. വലിയ ശ്രേഷ്ഠതയാണ്. വ്യാഴാഴ്ച മഗ്‌രിബിന് ശേഷം ഒരു മനുഷ്യൻ ആ സുന്നത്ത് കരുതിക്കൊണ്ട് നഖം വെട്ടിയാൽ അവനെ അല്ലാഹു തആല കുഷ്ഠരോഗത്തിൽ നിന്നും പാണ്ഡുരോഗത്തിൽ നിന്നും കാക്കുമെന്നെല്ലാം നമുക്ക് ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കേണ്ട ഒരു സമയമാണ്. അതുപോലെ തന്നെ തൗബയുടെ വചനങ്ങൾ, അല്ലേ, റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. നമുക്കറിയാമല്ലോ, ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദംബിൽ അലീമി. ഇതൊരു തൗബയുടെ വചനമാണ്, ഇതൊരു തൗബയുടെ
വാക്കാണ്. ഇതും പറഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങളാണ് നമുക്ക് കിട്ടാനുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അതിലേക്ക് കടന്നു വരാം. അതിനു മുമ്പ് വിശുദ്ധമായ റമളാൻ മാസം നമ്മളിൽ നിന്നും കടന്നുപോയി. ഈ റമളാനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചോദിച്ച ഒരു കാര്യമാണ്, അല്ലാഹുവേ സ്വർഗം തരണേ അല്ലാ, സ്വർഗത്തിലേക്ക് കടത്തണേ റഹ്മാനെ. റമളാനിൽ നമ്മൾ സ്വർഗത്തിന്റെ 8 കവാടങ്ങളും മലർക്ക് തുറക്കപ്പെടുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റു മാസങ്ങളിൽ സ്വർഗം തുറക്കപ്പെടുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച. രാവിലും പകലിലും സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും, നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടും. കാരണം അത് മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഓഫറുകളുള്ള സമയമാണല്ലോ. അതുകൊണ്ട് മുഅ്മിനായ നമ്മളെല്ലാവരും അത് പ്രയോജനപ്പെടുത്തി ആ സ്വർഗമാകുന്ന ലോകത്തിലേക്ക് കടന്നു പോവേണ്ടതുണ്ട്. സ്വർഗത്തിൽ കടക്കാൻ പറ്റുന്ന ചെറുതും വലുതുമായ ഒരുപാട് അമലുകൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാറുണ്ട്. ഉമ്മാടെ മുഖത്തേക്ക് നോക്കിയാൽ, വാപ്പാടെ മുഖത്തേക്ക് നോക്കി നിന്നാൽ, അല്ലെ, നോക്കിയാൽ പ്രതിഫലം കിട്ടുന്ന ചില വസ്തുക്കളുണ്ട്. ഒന്ന് കഅബയാണ്, വിശുദ്ധമായ ഖുർആനാണ്. അതുപോലെ ഉമ്മയുടെ മുഖമാ, അധ്യാപകരുടെ പ്രത്യേകിച്ച് ഉസ്താദുമാരുടെ മുഖമാ. അപ്പോൾ നമ്മുടെ മാതാപിതാക്കളുടെ മുഖത്തേക്ക് നമ്മൾ നോക്കി നിന്നാൽ തന്നെ, നോക്കിയിരുന്നാൽ, സ്നേഹത്തോടെ ഒന്ന് നോക്കിയാൽ തന്നെ ഹജ്ജ് ചെയ്തത് പോലത്തൊരു പ്രതിഫലമാണ്. അപ്പോൾ ഹജ്ജ്, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഹജ്ജിനുള്ള വിളംബരം നടക്കുന്ന മാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നബിതങ്ങൾ മഹത്തുക്കളായ സ്വഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, മൻ ഒരുവൻ ഖറജ ഫീ ബൈതിഹി, അവൻ്റെ വീട്ടിൽ നിന്നും പുറപ്പെട്ടു. അതായത് ഹജ്ജ് ചെയ്യാതെ ഹജ്ജ് ചെയ്തത് പോലത്തൊരു പ്രതിഫലം കിട്ടാൻ ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലും നാളത്തെ പകലിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഉളു എടുത്തിട്ടാണോ നമ്മൾ വീട്ടിൽ നിന്നും പള്ളിയിലേക്ക് പോകുന്നത്, നമുക്ക് കിട്ടാൻ പോകുന്ന വമ്പം പ്രതിഫലമാണ്. മൻ ഖറജ, ഒരുവൻ പുറപ്പെട്ടു, ഫീ ബൈതിഹി, അവൻ്റെ വീട്ടിൽ നിന്നും, മുതഹിറൻ ഇലാ സ്വലാത്തിൽ മക്തൂബ, അവന് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി പോവുകയാ. എങ്ങനെ? അവൻ വുളു എടുത്തിട്ടാണ് പോകുന്നതെങ്കിൽ, വീട്ടിൽ നിന്ന് വുളു എടുത്തിട്ട് പള്ളിയിലേക്ക് പോകുന്ന ആളാണെങ്കിൽ, ഫഅജ്റുഹു കഅജ്രിൽ ഹാജിൽ മുഹ്തരിമി, അതായത് ഇഹ്റാം ചെയ്ത് ഹജ്ജിന് പുറപ്പെട്ട ഒരു ഹാജിയുടെ കൂലിയാണ് അല്ലാഹു തആല അവനിക്ക് കൊടുക്കുന്നതെന്ന് മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അല്ലാഹ്, എന്ത് വലിയ പ്രതിഫലമാ! ഇന്നത്തെ ദിവസം ഇൻഷാ അല്ലാഹ് നമ്മൾ പള്ളിയിലേക്ക് പോകുന്ന ആണുങ്ങൾ അവരെ വീട്ടിൽ നിന്ന് തന്നെ വുളു എടുത്തിട്ടാണ് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകുന്നതെങ്കിൽ അവർക്ക് കിട്ടുന്നത് ഇഹ്റാം ചെയ്ത് ഹജ്ജിന് പുറപ്പെട്ട ഒരു ഹാജിയുടെ പ്രതിഫലമാണ് എന്ന് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുകയാണ്. പിന്നെയോ, ഒരു ഉംറ ചെയ്ത കൂലി വേണോ? ഉംറ ചെയ്ത കൂലി കിട്ടണോ? ഒരാൾ ളുഹാ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വുളു എടുത്തിട്ട് പോയാൽ അവർക്ക് കിട്ടുന്നത് ഉംറ ചെയ്തതുപോലത്തെ പ്രതിഫലമാണ്. യാ അല്ലാഹ്, ളുഹാ നിസ്കാരം നമ്മളൊക്കെ നിസ്കരിക്കുന്നവരാണ്, അല്ലെ? ളുഹായിൻ്റെ സമയം ഏകദേശം ഒരു 8:30-കോ 9:30-കോ 10 മണിക്ക് 10:30-കോ 11 മണിക്കോ ഒക്കെ നിസ്കരിക്കാൻ പറ്റിയൊരു നിസ്കാരമാണ് ളുഹാ നിസ്കാരം. ആ ളുഹാ നിസ്കാരത്തിന് ഒരാൾ പള്ളിയിലേക്ക് പോകുന്നു. ആ സമയത്ത് ആരും അങ്ങനെ പള്ളിയിലേക്ക് പോവാറില്ലല്ലോ. അപ്പോൾ ഒരാൾ പോവുകയാ പള്ളിയിലേക്ക്. എങ്ങനെ? വീട്ടിൽ നിന്നും വുളു എടുത്തിട്ടാണ് അവൻ ളുഹാ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് പോകുന്നതെങ്കിൽ അവൻ ആരെ പോലെയാ? ഒരു ഉംറ ചെയ്തവനെ പോലെയാണെന്ന്, ഉംറ ചെയ്ത പ്രതിഫലം അവനിക്ക് കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അപ്പോൾ ഉമ്മമാരെ, സഹോദരിമാരെ ചോദിക്കുന്നുണ്ടാകും, ഉസ്താദേ ഞങ്ങൾക്ക് പള്ളിയിൽ പോകാൻ പറ്റൂലല്ലോ, ഞങ്ങൾ വീട്ടിൽ തന്നെയാണ് നിസ്കരിക്കുന്നത്, അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഹജ്ജ് ചെയ്ത പ്രതിഫലം കിട്ടുമോ? ഞങ്ങൾക്ക് ഇങ്ങനെ ഉംറ ചെയ്ത പ്രതിഫലം കിട്ടുമോ? കിട്ടും. എങ്ങനെ? നിങ്ങൾ നിങ്ങളുടെ റൂമിലാണ് നിസ്കരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലാണ് നിസ്കരിക്കുന്നത്, അത് മതി. നിങ്ങൾ ബാത്റൂമിൽ നിന്നും അല്ലെങ്കിൽ കുളിമുറിയിൽ നിന്നൊക്കെ വുളു എടുത്തിട്ട്, അല്ലെങ്കിൽ പൈപ്പൻ ചോട്ടിൽ നിന്ന് വുളു എടുത്തിട്ട് വരും. ആ വുളു എടുത്തിട്ട് വന്ന് നിങ്ങൾ ഓരോ ചവിട്ടടി കാലും ഇങ്ങനെ വെച്ചല്ലേ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത്, നിസ്കാരപ്പായിലേക്ക് വരുന്നത്. അപ്പോൾ ഓരോ ചവിട്ടടിക്കും നിങ്ങൾക്ക് പ്രതിഫലം അല്ലാഹു തരും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്താണ്? ളുഹാ നിസ്കരിക്കാനാണ് നിങ്ങൾ വുളു എടുത്തിട്ട് നിങ്ങളുടെ നിസ്കാരപ്പായിലേക്ക്, മുസല്ലയിലേക്ക് വരുന്നതെങ്കിൽ നിങ്ങൾക്കും അല്ലാഹു തആല ഒരു ഉംറ ചെയ്തവനെ പോലത്തെ പ്രതിഫലം അല്ലാഹു തരും. അതിൽ യാതൊരു സംശയവുമില്ല എന്ന് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ പഠിപ്പിച്ചു തരുകയാണ്. അപ്പോൾ ഈ പരിശുദ്ധമായ ഈ ഒരു ശവ്വാൽ മാസത്തിൻ്റെ അതിപ്രധാനപ്പെട്ട വെള്ളിയാഴ്ച രാവ്, നാളെ വെള്ളിയാഴ്ച പകൽ, ഈ ഒരു സമയത്ത് ഇൻഷാ അല്ലാഹ് നമ്മൾ ചെയ്യേണ്ട അമലുകളിൽ പ്രധാനപ്പെട്ട ഒന്ന് സ്വലാത്താണ്. സ്വലാത്ത് ഒരുപാട് കണ്ട് അധികരിപ്പിക്കുക. സ്വലാത്ത് എത്രമാത്രം നമ്മൾ അധികരിപ്പിച്ച് ചൊല്ലുന്നു, പ്രത്യേകിച്ച് ഈ വെള്ളിയാഴ്ച രാവിലും പകലിലും ചൊല്ലുന്ന സ്വലാത്തിനൊരു പ്രത്യേകതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല നേരിട്ട് ആ സ്വലാത്ത് കാണിച്ചു കൊടുക്കുമെന്നാണ്. നബിയെ, ഇന്ന മനുഷ്യനെ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് കേട്ടോ എന്ന് നബി തങ്ങൾക്ക് നേരിട്ട് അല്ലാഹു തആല കാണിച്ചു കൊടുക്കുന്ന ഒരു രാവാണ് വെള്ളിയാഴ്ച രാവ്, വെള്ളിയാഴ്ച പകൽ എന്നൊക്കെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരു സ്വലാത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ മഹാനായ സ്വാലിഹ് മൂസ തങ്ങൾ പറയുന്നു റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഈ ഒരു സ്വലാത്ത്, ഇപ്പോൾ പറയാൻ പോകുന്ന സ്വലാത്തിന്റെ ശ്രേഷ്ഠതയായിട്ട് അദ്ദേഹം പറയുന്നത്, ഒരിക്കൽ അദ്ദേഹം ഒരു
ഒരു കപ്പൽ യാത്രക്ക് പോയി. കപ്പൽ യാത്ര ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ശക്തമായ കാറ്റും കോളും വന്നു. കപ്പൽ ഇങ്ങനെ ആടി ഉലയുകയാണ്. ജനങ്ങളെല്ലാവരും, കപ്പലിലുള്ള ആളുകളെല്ലാവരും ഇങ്ങനെ ആർത്തട്ടഹസിക്കുകയാണ്. മഹാനായ സയ്യിദ് മൂസ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം അവിടെ 2 റക്അത്ത് നമസ്കരിച്ച് ഇങ്ങനെ ദുആരക്കുകയാണ്. ദുആ ചെയ്യുന്ന സമയത്ത് ആരോ വന്നിങ്ങനെ പറയുന്നത് പോലെ, ഓ സ്വാലിഹ് മൂസ, നിങ്ങൾ എൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുക, നിങ്ങൾക്ക് അല്ലാഹു തആല ഇതിൽ നിന്നും ഒരു രക്ഷ നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ആ പറഞ്ഞതെന്ന് മഹാനവറുകൾ പറയുകയാണ്. ആ സമയത്ത് മഹാനായ സ്വാലിഹ് മൂസ തങ്ങൾ പറഞ്ഞ സ്വലാത്താണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് കാണാതെ അറിയാമെങ്കിൽ അങ്ങനെ ചൊല്ലാം. ഇനി ഉസ്താദ് ഞങ്ങൾക്കിത് കാണാതെ അറിയില്ല എങ്കിൽ കണ്ടു തന്നെ ചൊല്ലിയാൽ മതി. നമ്മുടെ ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്വലാത്ത് ചൊല്ലുമ്പോൾ എന്തെല്ലാം നേട്ടങ്ങളുണ്ടോ അത് മുഴുവനും നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ സ്വലാത്ത് അല്ലെ, സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അതിപ്രധാനമാണ്. ഈ നമ്മുടെ ഉമ്മത്തിന് അല്ലാഹു തആല നൽകിയിട്ടുള്ള ഏറ്റവും വലിയൊരു നിഅമത്താണ്, അനുഗ്രഹമാണ് സ്വലാത്ത് എന്നുള്ളത്. ഈ ഉമ്മത്തിന്റെ സൗഭാഗ്യമാണ് സ്വലാത്ത് എന്നാണ് പറയുന്നത്. എല്ലാ ഇബാദത്തുകൾ ചെയ്യുമ്പോഴും, നമ്മൾ നോമ്പ് പിടിക്കുമ്പോൾ, സക്കാത്ത് കൊടുക്കുമ്പോൾ, സ്വത കൊടുക്കുമ്പോൾ, ഖുർആൻ ഓതുമ്പോൾ, നിസ്കരിക്കുമ്പോൾ, മറ്റ് എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ, എല്ലാ സൽക്കർമ്മത്തിന് മുമ്പും ശേഷവും നമ്മൾ സ്വലാത്ത് ചൊല്ലൽ പ്രത്യേകം സുന്നത്താണ്. ചില ഇബാദത്തിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലൽ നിർബന്ധമാണ്, നിസ്കാരത്തിലൊക്കെ അല്ലേ. അപ്പോൾ ഇബാദത്ത് ചെയ്യുമ്പോൾ ആ ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടാൻ ഒരു താങ്ങായി നമുക്ക് അടിയിൽ വെക്കാൻ പറ്റുന്നൊരു കാര്യമാണ് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ. നമ്മളൊരു കെട്ടിടം നിർമ്മിക്കുമ്പോൾ അതിന് തൂണ് വെക്കുമല്ലോ, എന്നതുപോലെ നമ്മുടെ ഇബാദത്തുകളുടെ ഒരു കെട്ടിടമാണെങ്കിൽ ആ കെട്ടിടത്തിൻ്റെ തൂണുകളാണ് സ്വലാത്തുകൾ. കാരണം ആ സ്വലാത്തിൻ്റെ പിൻബലമുണ്ടെങ്കിൽ ആ കെട്ടിടം അത് നിലനിൽക്കുക തന്നെ ചെയ്യും. എന്നതുപോലെ നമ്മൾ ചെയ്യുന്ന നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും ഒക്കെ സ്വീകരിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല സ്വീകരിക്കുമ്പോൾ അത് വേഗത്തിൽ സ്വീകരിക്കപ്പെടാനുള്ള ഒരു താങ്ങായി നമുക്ക് അടിയിൽ വെക്കാൻ പറ്റിയ ഒരു അമലാണ് സ്വലാത്ത് എന്നുള്ളത്. മഹത്തുക്കളായ പണ്ഡിതന്മാർ ഒരുപാട് സ്വലാത്തിന്റെ മഹത്വം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദലായിലുൽ ഖൈറാത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്വലാത്താണ്. അഫ്ളലുസ് സ്വലവാത്ത് എന്ന മഹാനായ യൂസുഫ് നബഹാനി തങ്ങളുടെ കിതാബിലുമൊക്കെ നമുക്ക് ഈ സ്വലാത്ത് കാണാം. സ്വലാത്തുൽ മുഞ്ചിയ എന്നാണ് ഈ സ്വലാത്തിന്റെ പേര്. രക്ഷയുടെ സ്വലാത്ത്, രക്ഷകനാകുന്ന സ്വലാത്ത് എന്നാണ്. കുടുക്കുകളിൽ നിന്നും അഴിഞ്ഞു പോവാൻ, രക്ഷപ്പെടാൻ, അതുപോലെ തന്നെ ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നും രക്ഷപ്പെടാൻ. ഇത് ചൊല്ലുന്ന ആളുകൾക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട്. ചൊല്ലുന്ന ആളുകൾ നന്നാകുമെന്നാണ്, അവരുടെ രോഗങ്ങൾ മാറാം. നന്നാകുമെന്ന് പറഞ്ഞത് പല രൂപത്തിലാണ്. ഒന്നാമത്തേത് രോഗങ്ങൾ മാറും, രണ്ടാമത്തേത് കച്ചവടത്തിൽ ബർക്കത്തുണ്ടാവും, സ്വഭാവം നന്നാവും, പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റും. ഇങ്ങനെ നന്നാകും. അങ്ങനെ അവനിക്ക് നല്ലൊരു ഹുസ്നുൽ ഖുലുഖ് ഉണ്ടാകും, നല്ല സ്വഭാവം ഉണ്ടാകുമെന്ന് നമുക്ക് മഹത്തുക്കൾ പറഞ്ഞു തരുകയാണ് ഈ സ്വലാത്ത് നിത്യമാക്കിയാൽ. പിന്നെയോ രണ്ടാമത്തേത് അവനിക്കും പൊറുക്കപ്പെടും, ഈ സ്വലാത്ത് പറഞ്ഞവനും പൊറുക്കപ്പെടും. ആ പറഞ്ഞവന്റെ മാതാപിതാക്കൾ ഗുഫിറ ലഹു വലിവാലിദൈ, അവനിക്കും പൊറുക്കപ്പെടും, അവന്റെ മാതാപിതാക്കൾക്കും ഈ സ്വലാത്ത് കൊണ്ട് ചെയ്തു പോയ തെറ്റുകൾ അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്നാണ്. ഒരു തവണ ചൊല്ലിയാൽ 70 മലക്കുകൾ വീതം ഇവനിക്ക് ഇങ്ങനെ ശഫാഅത്ത് നടത്തിക്കൊണ്ടിരിക്കും, ഇവനിക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കും എന്നൊക്കെ നമുക്ക് കിതാബുകളിൽ കാണാം. പിന്നെയോ ഒരു മനുഷ്യൻ ഈ ഒരു സ്വലാത്ത് പറഞ്ഞു, ഫഖദ് ഫതഹ അലാ 70 ബാബൻ മിനർ റഹ്മ, അല്ലാഹു തആല 70 കാരുണ്യത്തിന്റെ വിജയത്തിന്റെ കവാടങ്ങൾ, വാതിലുകൾ ഇവന്റെ മേൽ തുറന്നു കൊടുക്കുമെന്നാണ്. പിന്നെയോ ഈ സ്വലാത്ത് ചൊല്ലുന്ന ആളുകളുടെ ഹൃദയത്തിലേക്ക് അല്ലാഹു തആല ഒരു പ്രകാശം, ഒരു നൂറിട്ട് കൊടുക്കും. അതായത് നന്നാവാനുള്ള ഈമാനിന്റെ ഒരു പ്രഭ അല്ലാഹു തആല ഇട്ട് കൊടുക്കുമെന്നാണ്. ശത്രുക്കളുടെ ശത്രുതയിൽ നിന്നുള്ള രക്ഷ അല്ലാഹു തആല കൊടുക്കുമെന്നാണ്. പിന്നെയോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ ഒന്ന് കാണണം, മനാമിലൊന്ന് കാണണമെന്ന് ആഗ്രഹമുള്ളവർ 7 ആഴ്ച തുടർച്ചയായി ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് കിടക്കണമെന്നാണ്. ഇങ്ങനെ ഒരുപാട് നിരവധി നേട്ടങ്ങൾ ഉള്ള ഒരു സ്വലാത്താണിത്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകൾ അവിടെ മലബാർ ഭാഗത്ത് വലിയ പകർച്ചവ്യാധികൾ വന്ന സമയത്ത്, ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസവും വസൂരിയൊക്കെ വന്ന സമയം മഹാനവറുകൾ ഒരു മങ്കൂസ് മൗലിദ് രചിക്കുകയാണ്. മഹാനവറുകൾ മങ്കൂസ് മൗലിദ് രചിച്ചിട്ട് ആ മങ്കൂസ് മൗലിദിന്റെ അവസാനം ദുആ ചെയ്യുമ്പോൾ ആദ്യമായി കൊണ്ടുവന്ന വാക്കും ഈ സ്വലാത്തുൽ മുഞ്ചിയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ സ്വലാത്തുൽ മുഞ്ചിയ എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത്, അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. ആദ്യം ഇങ്ങനെയാണ്: അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ സ്വലാത്തൻ തുൻജീനാ ബിഹാ മിൻ ജമീഇൽ അഹ്വാലി വൽ ആഫാത് വതഖ്ലീ ലനാ ബിഹാ ജമീഅൽ ഹാജാത് വതുതഹിറുനാ ബിഹാ മിൻ ജമീഇസ് സയ്യിആത് വതർഫഉനാ ബിഹാ ഇൻദക അലദ് ദറജാത് വതുബല്ലിഗുനാ ബിഹാ ഖുസൽ ഗായാതി മിൻ ജമീഇൽ ഖൈറാത്തി ഫിൽ ഹയാതി വബഅദൽ മമാത്. എൻ്റെ പൊന്നുസ്താദ്, ഇത് എന്തു വലിയ സ്വലാത്താ! ഇത് കാണാതെ പഠിക്കണമൊന്നുമില്ല, നിങ്ങൾക്ക് കണ്ടോതാം.
നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, കണ്ടോതാം. നിങ്ങൾക്കൊന്ന് പൗസ് ആക്കിയിട്ട് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിങ്ങനെ നോക്കി ഓതാം ഇൻഷാ അല്ലാഹ്. അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഓതാം, അല്ലെങ്കിൽ പേപ്പറിലേക്ക് എഴുതിയിട്ട് ഓതാം. ഒന്നുകൂടെ പറയാം. اللهم صل على سيدنا محمد وعلى آل سيدنا محمد صلاة تنجينا بها من جميع الأهوال والآفات وتقضي لنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفعنا بها عندك على الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. എന്താ അതിൻ്റെ അർത്ഥമെന്ന് നോക്കാം. അല്ലാഹുവേ, പടച്ച റബ്ബേ, എല്ലാ വിധത്തിലുള്ള ആപത്തുകൾ, പ്രതിസന്ധികൾ, ദുരിതങ്ങൾ, സങ്കടങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ഇവകളിൽ നിന്നെല്ലാം ഞങ്ങൾക്ക് നീ രക്ഷ നൽകണേ അല്ലാ. ഞങ്ങൾക്ക് രക്ഷ തരാൻ ഉതകുന്ന തരത്തിൽ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഞങ്ങളുടെ എല്ലാ മുറാദുകളും നിറവേറ്റപ്പെടുന്ന, ഞങ്ങളുടെ തെറ്റുകളെല്ലാം പൊറുക്കപ്പെടാനും നിന്റെ അടുക്കൽ പദവികൾ കൂടാനും കാരണമാകുന്ന, ജീവിതത്തിലും മരണത്തിലും മരണശേഷവുമുള്ള എല്ലാ മുഴുവൻ നന്മകളുടെയും അങ്ങേ അറ്റം വരെ ഞങ്ങളെ എത്തിക്കാൻ കാരണമാകുന്ന സ്വലാത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ കുടുംബത്തിൻ്റെ മേൽ, അല്ലാഹു അവിടുത്തെ ആലിൻ്റെ മേൽ, സ്വഹാബിമാരുടെ മേൽ നീ നിത്യമായും എത്തിച്ചു കൊടുക്കണേ അല്ലാ. അവർക്ക് നീ ഗുണം കൊടുക്കണേ അല്ലാ, അവർക്ക് നീ ഖൈർ കൊടുക്കണേ അല്ലാ എന്നാണ് ഈ സ്വലാത്തിൻ്റെ ഏകദേശ അർത്ഥം. വളരെ സിമ്പിളാണ്. എല്ലാവരും ഒന്നിച്ച് പറഞ്ഞേ, എല്ലാവരും ഒന്നിച്ച് പറ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد صلاة تنجينا بها من جميع الأهوال والآفات وتقضي لنا جميع الحاجات وتطهرنا بها من جميع السيئات وترفعنا عندك أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. അൽഹംദുലില്ലാ, ഈ സ്വലാത്തുൽ മുൻജിയ അല്ലെ, എല്ലാവിധത്തിലുള്ള ആപത്തുകളിൽ നിന്നും രക്ഷ നൽകുന്ന സ്വലാത്താണ്. അപ്പോൾ ഈ സ്വലാത്ത് ഇൻഷാ അല്ലാഹ് നമ്മൾ നിത്യമാക്കുക. അല്ലെങ്കിൽ ആഴ്ചയിൽ ഒന്നെങ്കിലും, എല്ലാ വെള്ളിയാഴ്ച രാവിലെങ്കിലും അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസമെങ്കിലും ഒരു പ്രാവശ്യമോ രണ്ടോ മൂന്നോ പ്രാവശ്യം പറ്റുന്ന രൂപത്തിൽ ഇത് പറയുക. ഇത് പറഞ്ഞാൽ അത്രമാത്രം ശ്രേഷ്ഠതകളാണ്, പ്രതിഫലങ്ങളാണ് അല്ലാഹു തആല നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത്. പരിപാവനമായ ശവ്വാൽ മാസത്തിൻ്റെ അതിശ്രേഷ്ഠമായ വെള്ളിയാഴ്ച രാവിലാണുള്ളത്, നാളെ പകലാണ്. ഒരുപാട് പേര് ഇന്നത്തെ മജ്‌ലിസിൽ പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല ആരൊക്കെ നമ്മളോട് ദുആരക്കാൻ പറഞ്ഞോ, ആരുടെയൊക്കെ പ്രതിസന്ധികളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, സങ്കടങ്ങളുണ്ടോ, രോഗങ്ങളുണ്ടോ, എല്ലാം കരുണാവാരധിയായ പടച്ചവന് മാറ്റിക്കൊടുക്കുമാറാവട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളും നമുക്ക് നൽകുമാറാവട്ടെ. മരണപ്പെട്ടുപോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലാനും ആ മുത്തുനബിയെ സ്വപ്നത്തിൽ കാണാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ആരൊക്കെ നമ്മളോട് ദുആ ചെയ്യാൻ വസിയത്ത് നൽകിയിട്ടുണ്ടോ, കമന്റായി എഴുതിയിട്ടുണ്ടോ, എല്ലാവർക്കും അല്ലാഹു ഖൈറും സലാമത്തും ബറക്കത്തും ഇസ്സത്തും നൽകട്ടെ. ഇന്നത്തെ മജ്‌ലിസിൽ ദുആരക്കാൻ പറഞ്ഞ ഒരുപാട് ഉമ്മമാരുണ്ട്. അവരുടെയൊക്കെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റി കൊടുക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.